അഞ്ജലി ഫോൺ വാങ്ങി പപ്പയ്ക്ക് വിളിച്ചു. രമേശ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. ശിവ, നീ? പപ്പ, ഞാനാ. മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ നിന്നെ എന്തെങ്കിലും? ഇല്ല പപ്പ, ഇയാൾ പറഞ്ഞ കാര്യം എന്തായി? അത് മോളെ, അത് ക്യാൻസലായ പപ്പയ്ക്ക് എത്ര രൂപയുടെ നഷ്ടമാണെന്നറിയോ? അപ്പൊ ഞാനിവിടെ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് മോളെ. പപ്പ വിളിക്കുന്ന വിശ്വാസത്തോടെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത്രയും പറഞ്ഞ് അവൾ ഫോൺ കട്ടാക്കി അവന് നേരെ നീട്ടി. എന്നാൽ ശിവ അത് വാങ്ങിയില്ല. ഇനിയും നീ തന്നെ വെച്ചോ. ഞാൻ പോലീസിനെ വിളിക്കും. നീ ആര് വിളിച്ചാലും നിന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ കഴിയില്ല. ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ശിവ ഇറങ്ങിപ്പോയി. അവൻ പോയതും അവൾ ഫോണിൽ ഗൗതമിന്റെ നമ്പർ ഡയൽ ചെയ്തു. അവൻ ഫോൺ എടുത്തു. ഒറ്റ ശ്വാസത്തിൽ അവൻ നടന്നെല്ലാം അവനോട് പറഞ്ഞു. എൻ്റെ അഞ്ജു, നീ അവൻ്റെ കൂടെയാണ്. എന്നിട്ട് ഒരു രാത്രി നീ അവൻ്റെ കൂടെ? ഡാ, അയാൾ എന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ഒരു വഴിയേ ഉള്ളൂ, അവൻ പറയുന്ന അനുസരിക്കുക. നിന്റെ പപ്പ പോലും അവനെ പേടിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ റേഞ്ച് മനസ്സിലായല്ലോ. ഞാൻ നിന്നോട് അവനെ പൊക്കാനല്ല പറഞ്ഞ്. 10 ദിവസമല്ലേ നിന്റെ പപ്പ നിന്നെ അവന് വിട്ടുകൊടുക്കൂടി. നീ സമാധാനത്തോടെ ഇരിക്കും. ഏട്ടാ, അതുവരെ ഇവിടെ തീരെ വൃത്തിയില്ലാത്ത സ്ഥലമാണിത്. മാത്രമല്ല അവൻ്റെ കൂടെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല അഞ്ചു. എന്തായാലും അവനോട് കൂടുതൽ ഉടക്കിന് പോകാതെ ഒതുങ്ങിയിരുന്നു. അവൻ്റെ ഒരു ഉപദേശം വെച്ചിട്ട് പോള തെണ്ടി. ഡീ, ഞാൻ കോളേജിൽ എന്താ പറയണ്ടേ? ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞേക്ക്. അപ്പോൾ ബോഡി കാണാൻ വരില്ലേ അവരൊക്കെ? അതിന് നീണ്ടല്ലേ ഷവായിട്ട്? അഞ്ജലി ദേഷ്യത്തിൽ ഫോൺ കട്ടാക്കി. ഗൗതയുടെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ്. രണ്ടാളും ഒരേ പ്രായവും ഒരേ കോളേജിലും. അവൻ ബോയ്സ് ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലായതും അവൾക്ക് സങ്കടം വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കഴിയും. എല്ലാതും മുന്നിലെത്തിക്കാൻ ജോലിക്കാരും ആവശ്യത്തിന് കാശുമടക്കം എല്ലാമുള്ള അവൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നു. അവളെ സംബന്ധിച്ച് വലിയൊരു അപമാനമായി തോന്നി. അതിനേക്കാളേറെ ശിവയോട് ദേഷ്യവും. ശിവയുടെ ബൈക്ക് പോകുന്ന ശബ്ദം കേട്ടതും അഞ്ജലി പുറത്തിറങ്ങി. മുകളിൽ നിന്ന് തന്നെ ശിവ പോകുന്നവൾ കണ്ടിരുന്നു. അവൻ്റെ ആളുകളും ശിവയുടെ കൂടെ പോകുന്ന കണ്ടതും അഞ്ജലി വേഗം താഴേക്ക് വന്നു. നാലുപാടും നോക്കി. ഈ അവസരത്തിൽ രക്ഷപ്പെടേണ്ട ചിന്തയോടെ അവൾ സ്പീഡിൽ നടന്നു. ആരൊക്കെയോ തന്നെ നോക്കുന്ന പോലെ തോന്നിയെങ്കിലും അവൾ വേഗത്തിൽ തന്നെ നടന്നു. കോളനിയിൽ നിന്നും മെയിൻ റോഡിലേക്ക് കടന്നു അവൾ ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ലക്ഷ്യമറിയാതെ അവൾ ഓടി അവളൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുന്നിൽ നിന്നു. ആളുകൾ പെട്ടെന്ന് കാണാത്തൊരു ഭാഗത്തേക്ക് അവൾ നിന്നു. ഹോസ്റ്റലിൽ പോയ ശിവ കണ്ടുപിടിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് അഞ്ജലി അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോകാമെന്ന് കരുതി. കൈ കഴുകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഫോൺ മേശയിൽ വെച്ച് ഓർമ്മ വന്നു. അവൾ തലക്ക് കൊട്ടുകൊടുത്തു. അവളുടെ ഉറ്റുകൂട്ടുകാരി കീർത്തിയുടെ വീട്ടിൽ പോകാമെന്ന് കരുതി. ഓട്ടോ പിടിക്കാൻ വേണ്ടി റോഡിലേക്ക് നോക്കുമ്പോഴാണ് മറു സൈഡിൽ ബൈക്കിൽ ചാരിയെന്ന് അവൾ നോക്കുന്ന ശിവയെ അവൾ കണ്ടത്. അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് അവളുടെ കൈകൾ വിറച്ചു. അവൻ്റെ ദേഷ്യം കണ്ടതും അഞ്ജലിക്ക് പേടി തോന്നി. ആ നിമിഷം തന്നെ അവളുടെ കാലുകൾ ചലിച്ചു. ലക്ഷ്യമില്ലാതെ അത് പാഞ്ഞുകൊണ്ടിരുന്നു. പുറകിലായി ബൈക്കിൽ ശിവയും. അധിക ദൂരം അവൾക്ക് അവനിൽ നിന്ന് ഓടാൻ കഴിഞ്ഞില്ല. അവളുടെ മുന്നിലേക്ക് ബൈക്ക് കൊണ്ട് നിർത്തി ശിവ ബൈക്കിൽ നിന്ന് ഇറങ്ങി. അഞ്ജലി പുറകിലേക്ക് തിരിഞ്ഞെന്നു. അവൻ്റെ ആളുകൾ അവളെ വളഞ്ഞിരുന്നു. ഇനി രക്ഷയിൽ നിന്ന് മനസ്സിലായതും അഞ്ജലി ശിവയെ ദയനീയമായി നോക്കി. ശിവ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്നെ കൊണ്ടുപോകല്ലേ പ്ലീസ്. ശിവ അവളുടെ വാക്കുകൾ കേൾക്കാതെ അവളെ പിടിച്ച് വലിച്ച് ജീപ്പിലേക്ക് വലിച്ചു കയറ്റി. അഞ്ജലി ആ വിധം തടയാൻ ശ്രമിച്ചുവെങ്കിലും അവൾക്ക് അവനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ചുറ്റും കൂടുന്ന ആളുകളിൽ ഒരാൾ പോലും പ്രതികരിച്ചില്ല. ശിവ അവളുടെ കൂടെ ജീപ്പിൽ കയറി. അവൻ്റെ ബൈക്ക് കൊണ്ട് ഡാനി പുറകിൽ വന്നു. ഞാൻ പപ്പയോട് പറഞ്ഞു അതിൽ നിന്ന് പപ്പയെ തടയാം, പ്ലീസ് എന്നെ വിട്ടേക്ക്. ശിവ അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ച് മിണ്ടരുതെന്ന് അവളോട് കാണിച്ചു. അവൻ്റെ കണ്ണിലെ ചുവപ്പും ദേഷ്യവും എല്ലാം കണ്ട് അഞ്ജലി പിന്നെയൊന്നും മിണ്ടിയില്ല. കോളനിയിലെത്തിയതും ശിവ ഇറങ്ങി അവളെ നോക്കി. അഞ്ജലി ഇറങ്ങാൻ കൂട്ടാകാതെ പുറകിലേക്ക് നീങ്ങിപ്പോയി. ശിവ കോപം നിയന്ത്രിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ച് വലിച്ചു. അഞ്ജലി നീങ്ങി വന്നു അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ തോളിലേക്ക് അവളെ ഇട്ടു. അഞ്ജലി പേടിച്ചു പോയി. അവൻ്റെ മുതുകിൽ അവൾ തള്ളി. പക്ഷേ ശിവ അവളെയും കൊണ്ട് പടികൾ കയറാൻ തുടങ്ങി. അവരെല്ലാവരും നോക്കി നിൽക്കുന്ന അഞ്ജലി കണ്ടു. അവൾക്ക് അപമാനം സഹിക്കാൻ കഴിഞ്ഞില്ല. അകത്ത് കയറാൻ നിന്നും അഞ്ജലി അവൻ്റെ ചുമലിൽ കടിച്ചു. വേദന സഹിക്കാനാവാന്നതും ശിവ അവളെ താഴെ ഇറക്കി. അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അഞ്ജലി വേഗം മുറിയിലേക്ക് ഓടിക്കയറി കതകടച്ച് കുറ്റിയിട്ടു. അവൾ വാതിൽ ചാരിന്ന് കിതച്ച്. ശിവ വാതിൽ മുട്ടാൻ തുടങ്ങി. തുറക്കടി. ഇല്ല, എൻ്റെ പപ്പ ചെയ്യുന്ന എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? നിങ്ങൾ വലിയ ഗുണ്ടയാണെന്ന് കേട്ട് എന്തു ചെയ്യാന്നാണോ? ഞാൻ പറഞ്ഞല്ലേ ഞാൻ പപ്പയോട് പറയാന്ന്. ഇനി തനിക്ക് എന്നെ കൊണ്ട് വേറെ വല്ല ഉദ്ദേശമാണെങ്കിൽ എൻ്റെ ശവം താൻ കാണും. അഞ്ജലി ഉള്ളിൽ നുരഞ്ഞു പൊതിയ ദേഷ്യത്തിൽ വായിൽ വന്നെല്ലാം വിളിച്ചു പറഞ്ഞു. പിന്നെ ശിവയുടെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവൾ പറഞ്ഞെല്ലാം കേട്ട് അവൻ പോയി കടന്നു കരുതി. അഞ്ജലി പതിയെ നടന്ന് ബെഡിൽ വന്നിരുന്നു. അടുത്ത നിമിഷം വാതിലിടിക്കുന്ന ശബ്ദം കേട്ട് അഞ്ജലി കണ്ണു വീഴ്ചു. വാതിൽ ചവിട്ടി തുറന്നുകൊണ്ട് ശിവ അകത്തേക്ക് വന്നു. അഞ്ജലി അവൾ പോലും അറിയാതെ എഴുന്നേറ്റ് നിന്നു. ശിവ പാഞ്ഞു വന്നവളുടെ മുടിയിൽ പിടിച്ചു വലിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു. അഞ്ജലിയുടെ മിഴികൾ വേദന കൊണ്ട് നിറഞ്ഞു. അവൾ നിലത്തിരുന്ന് അവനെ നോക്കി നീങ്ങി. ശിവ അവളുടെ കാലിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വലിച്ചു.
നിന്റെ ശരീരത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ എനിക്കൊരു രാത്രി വേണ്ട. ഈ നിമിഷം വേണമെങ്കിൽ ശിവ ചെയ്യും. കാണൂടി നിനക്ക്. അവളുടെ കഴുത്തിൽ പിടിച്ച് മുഖവന്റെ മുഖത്തേക്ക് കൊണ്ടുവന്നു. അഞ്ജലി കണ്ണിറുക്കി അടച്ചു. നിന്റെ തന്ത ചെയ്തതിന് നിന്നെന്താ ചെയ്യേണ്ടെന്ന് അറിയായിട്ടല്ല, പക്ഷേ ശിവ നമ്പ്യാരെ പോലെ ചെറ്റയല്ല. അവർ പറഞ്ഞിരുത്തി അവളിൽ നിന്ന് പിടിവിട്ടു. അഞ്ജലി ശ്വാസം വലിച്ചു വിട്ട് പുറകിലേക്ക് വീണ്ടും നീങ്ങി. ശിവ എഴുന്നേറ്റ് നിന്നു. ഇവിടെ അടങ്ങിയിരുന്ന വന്ന പോലെ നിനക്ക് പോവാം. പപ്പ ചെയ്തതിന് എന്തിനാ? അഞ്ജലി വീണ്ടും പറയാൻ വന്നു. ശിവ അവളോട് അടുത്തു വന്നു. അവളുടെ മുഖത്തോട് അടുത്ത് മുഖം വെച്ച് അവളെ നോക്കി. അവന്റെ കണ്ണുകളുടെ തീവ്രതയിൽ അവൾ പേടിച്ചു പോയി. നിന്റെ തന്ത ചെയ്ത എന്താണെന്ന് അറിയി നിനക്ക്? നിന്റെ കാരണന്മാരുണ്ടാക്കിയ മുഴുവൻ സ്വത്ത് കൊണ്ടുവന്നാൽ തിരിച്ചു കിട്ടില്ലത്. നിന്റെ നാവിനെ എന്റെ നേർക്ക് പൊന്തിയ അരിഞ്ഞ് കളയും പോലെ. ശിവ അലറിയതും അഞ്ജലി കണ്ണട ചെവിയൊത്തി. ശിവ അടുത്തിടുന്ന സ്റ്റൂള് കൈകൊണ്ടും തട്ടി എഴുന്നേറ്റ് പോയി. ശബ്ദമൊന്നും കേൾക്കാൻ വന്നു. അഞ്ജലി കണ്ണുർ നോക്കി. ശിവ നേരം അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ചുമരിൽ ചാരിയിരുന്നു. പപ്പ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അതും ശിവക്കെതിരായിട്ട്. അതുകൊണ്ടാണ് അവൻ ഇത്രയും ദേഷ്യം. അല്ലാതെ കോളനി പൊളിക്കുന്നതിന് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറില്ല. ഇത്രയും ചെറിയ കാര്യത്തിന് ശിവ ഒരിക്കലും തട്ടിക്കൊണ്ടുവരികയൊന്നുമില്ല. അവൻ വിചാരിച്ചാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നയുള്ള ആ ഡീല് അവൾ സ്വയം മനസ്സിൽ പറഞ്ഞു. അതിനുള്ള ഉത്തരം നമ്പ്യാരുടെ അടുത്ത് മാത്രമാണുള്ളത്. ആദ്യം പപ്പ ചെയ്ത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ പരിഹാരവും കണ്ടുപിടിക്കാൻ പറ്റൂ. എന്നാലേ തനിക്ക് രക്ഷയുള്ളെന്ന് മനസ്സിലാക്കി അവൾ അവളുടെ ഫോൺ അവിടെ തിരയാൻ തുടങ്ങി. എത്ര നോക്കിയിട്ടും കാണാതെ വന്ന് അവൾ ദേഷ്യത്തിൽ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. അഞ്ജലി അതേ ഇരിപ്പ് തുടർന്നു. പിന്നെ അങ്ങോട്ട് ആരും വന്നില്ല. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കാൽമുട്ടിൽ മുഖം വെച്ച് അവൾ ഇരുന്നു. വീട്ടിലും ഹോസ്റ്റലിലെല്ലാം സമയത്തിന് ആഹാരം കഴിച്ച് ശീലിച്ചവൾ ഭക്ഷണം വേണമെന്ന ചിന്ത പോലും മറന്നുപോയിരുന്നു. ക്ഷീണകാരൻ എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. ആരോ അവൾ തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ശിവായിരിക്കുമെന്ന് കരുതി അവൾ പേടിയോടെ വേഗത്തിൽ തലയുയർത്തി. അവളുടെ മുമ്പിൽ ചിരിച്ചിരിക്കുന്ന അമ്മുവിനെ കണ്ടതും അഞ്ജലി ആശ്വസിച്ചു. എന്താ ചേച്ചി തറയിലിരിക്കുന്നേ? ചേച്ചി കുളിച്ചില്ലേ? അഞ്ജലി ചെറുതായിട്ടൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അമ്മയുടെ മുമ്പിൽ മുട്ടൂത്തിയിരുന്നു. ചേച്ചി കുളിച്ചു വാ, താഴെ അമ്മ പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചിയും വിളിച്ചുകൊണ്ട് പോകാൻ വന്നാൽ ഞാനില്ല, നീ പോയിക്കോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ചേച്ചി വായും, നല്ല ചേച്ചിയല്ലേ. അവളുടെ കൊഞ്ചൽ കേട്ട് അഞ്ജലി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. രാവിലെ അമ്മ വന്ന ചുരിദാർ എടുത്തുകൊണ്ട് അഞ്ജലി കുളിക്കാൻ കയറി. അവളെയും കാത്ത് അമ്മ പുറത്തേനെ നിന്നു. അഞ്ജലി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ശിവ അവിടെ ഉണ്ടായിരുന്നു. അവനെ കണ്ടതും അവൾ പുറകിലേക്ക് നീങ്ങി. എന്നാൽ ശിവ അവളെ നോക്കിയതുപോലുമില്ല. അഞ്ജലിയെ കണ്ടതും അമ്മ അവളുടെ കൈ പിടിച്ച് വലിച്ച് താഴേക്ക് പോയി. അവൾ പോകുമ്പോൾ ശിവയും നോക്കി. അവനൊന്നും പറയാത്ത കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി. അമ്മ അവളെയും കൊണ്ട് അകത്ത് കയറി. അടുക്കളയിലെ പലഹാരങ്ങളുടെ മണം ഉമ്മറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഒന്നും കഴിക്കാതെ കൊണ്ടാവും അഞ്ജലിക്ക് കൊതി തോന്നി. അടുക്കളയിൽ എത്തുമ്പോൾ ഒരു സ്ത്രീ എണ്ണയിലേക്ക് മാവൊഴിക്കുന്ന അഞ്ജലി കണ്ടു. അഞ്ജലിയെ കണ്ടതും ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. എന്താ അവിടുത്തെ നിന്ന്? ഇങ്ങോട്ട് വാ. അവർ അഞ്ജലിയെ പിടിച്ച് കസേരയിലിരുത്തി. ചെറിയ അടുക്കളയാണെങ്കിലും എന്തോ നല്ല ഭംഗി തോന്നി അവൾക്ക്. ഒരു പാത്രത്തിൽ പലഹാരങ്ങളെടുത്ത് ലക്ഷ്മി അവളുടെ കയ്യിൽ കൊടുത്തു. അയ്യോ, ഇത്ര അധികമൊന്നും വേണ്ട, ആദ്യം നീ കഴിക്കും. അമ്മു ചിരിച്ചുകൊണ്ട് അവിടെ പാത്രത്തിനെടുത്ത് കഴിച്ചു. അതെല്ലാം കണ്ട് അഞ്ജലിക്ക് സന്തോഷം തോന്നി. മോൾക്ക് കഴിക്കാൻ കൊണ്ടുപോകാൻ ഉണ്ടാക്കിയതാ. അപ്പോഴാണ് അമ്മു മോളുടെ കാര്യം പറഞ്ഞത്. ലക്ഷ്മി പറഞ്ഞത് അഞ്ജലിക്ക് മനസ്സിലായില്ല. അവൾ മനസ്സിലാവാത്ത പോലെ അവരെ നോക്കി. അമ്മുവിനൊരു ചേച്ചിയുണ്ട്, ഇപ്പം ഇവിടെ ഇല്ല. അവളുടെ കാര്യം പറഞ്ഞു. എവിടെയാ? ലക്ഷ്മി മറുപടി പറയാതെ വീണ്ടും ജോലിയിൽ മുഴുകി. അത് കണ്ട് അമ്മു അഞ്ജലിയും കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. ചേച്ചിയുടെ കാര്യം പറഞ്ഞ അമ്മക്കാരെയും അമ്മത് പറഞ്ഞപ്പോൾ അഞ്ജലിക്ക് അവിടെ അമ്മയെ ഓർമ്മ വന്നു. എന്നും വിളിക്കുന്ന തൻ്റെ വിളി കാണാതെ ആ പാവ ഉരുകുന്നുണ്ടാവും. ചേച്ചിക്ക് എന്തു പറ്റി? ചേച്ചിക്ക് സുഖമില്ല, ആശുപത്രിയില്ല. എന്തെങ്കിലും അസുഖമാവെന്ന് കരുതി അഞ്ജലി പിന്നെ ഒന്നും ചോദിച്ചില്ല. അമ്മ അഞ്ജലിയോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അഞ്ജലിയെല്ലാം മൂളി കേട്ടു. അവളുടെ മനസ്സ് ഇവിടെ ഒന്നും ആയിരുന്നില്ല. ഉമ്മർത്തിരിക്കുമ്പോഴാണ് ശിവ താഴേക്ക് വരുന്നത് അഞ്ജലി കണ്ടത്. ആ നിമിഷം തന്നെ അഞ്ജലി വേഗം അകത്തേക്ക് കയറി ഒളിഞ്ഞു നിന്നു. ശിവ അമ്മുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പോയി. അവൻ പോയതും അഞ്ജലി വന്ന് അമ്മുവിൻ്റെ അടുത്തിരുന്നു. ചേച്ചി എന്തിനാ ശിവേട്ടനെ കണ്ട് പൊളിച്ചെന്നേ? അല്ലെങ്കിൽ അത് കടിച്ചു കയറാൻ വരും. ശിവേട്ട അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മു നിഷ്കളങ്കമായി പറയുന്ന കേട്ട് അഞ്ജലി ശ്വാസം ഒന്ന് വലിച്ചു വിട്ട് അവളെ നോക്കി. കുറച്ച് മുന്നേ ചെയ്തത് ശിവേട്ടനല്ലായിരിക്കും, അവൾ മനസ്സിൽ പറഞ്ഞു. നിനക്ക് എങ്ങനെ അറിയാം? നാട്ടിൽ മൊത്തം ശിവ ചീത്താളാണെന്നാ പറയുന്നു. നീ മാത്രം നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണം? അതൊക്കെ ശിവേട്ടൻ്റെ ശത്രുക്കൾ പറയുന്ന. ശിവേട്ടൻ ചീത്ത ചെയ്യുന്നവരെ മാത്രമേ തള്ളൂ. അത് നീ ശിവ ഫാനായതുകൊണ്ട് തോന്നാം. ഞാൻ മാത്രമല്ല, ഈ കോളനിയിൽ എല്ലാവർക്കും ശിവേട്ടനെ ഇഷ്ടമാണ്. പിന്നെ അമ്മു നിർത്തി ചുറ്റും നോക്കി. അതുകൊണ്ട് അഞ്ജലി അവളെ സൂക്ഷിച്ച് നോക്കി. അമ്മ അവളുടെ ചെവിയിൽ വന്ന് പതിയെ പറഞ്ഞു, മല്ലിക ചേച്ചിക്ക് ശിവേട്ടനോട് ഇഷ്ടമാണ്. അഞ്ജലി അവളെ കൂർപ്പിച്ച് നോക്കി. അത് നിനക്കെങ്ങനെ അറിയാം? എല്ലാവർക്കും അറിയാം. ശിവേട്ടൻ പോകുമ്പോൾ മല്ലിക ചേച്ചി നോക്കി നിൽക്കും. മാത്രമല്ല എന്തുണ്ടാക്കിയ ഏട്ടനും കൊണ്ട് കൊടുക്കും. പിന്നെ ഒരു ദിവസം ശിവേട്ടന് ഉമ്മ കൊടുത്തു. അഞ്ജലി കണ്ണുമീഴ്ച അവളെ നോക്കി. അമ്മു അതേ രീതിയിൽ തലയാട്ടി. നീ കണ്ടോ?
ഞാൻ കണ്ടില്ല, പക്ഷെ ഉണ്ണിക്കുട്ടും നന്ദവും കണ്ടു. അവര് പറഞ്ഞതിനോട് മല്ലികേച്ചി ശിവേട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്ന്. ഇതെല്ലാം കേട്ട് അഞ്ജലി അമ്മുവിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. സത്യമാണെങ്കിൽ തന്നെ സഹായിക്കാൻ ചിലപ്പോൾ മല്ലികയ്ക്ക് കഴിയും. കാമുകി പറഞ്ഞ കാമുകം കേൾക്കുമല്ലോ. അവളുടെ ഉള്ളിൽ ബുദ്ധി ഉദിച്ചു. നമുക്ക് മല്ലികയെ കാണാൻ പോയല്ലോ. എന്തിനാ? നീ വാ. അമ്മുവിന്റെ കൂടെ അവൾ പറഞ്ഞ വീട്ടിലേക്ക് അഞ്ജലി പോയി. വീടിന്റെ മുമ്പിലെത്തിയതും അഞ്ജലി അമ്മുവിനോട് അവരെ വിളിക്കാൻ പറഞ്ഞു. അമ്മു അകത്തേക്ക് നോക്കി വിളിച്ചു. ഒരു സ്ത്രീ ഇറങ്ങി വന്നു. 30 വയസ്സിനോടടുത്ത പ്രായം തോന്നും. സാരിയാണ് ഉടുത്തിരുന്നെങ്കിലും എല്ലാം വെളിയിൽ കാണും വിധമായിരുന്നു. അഞ്ജലി അവരെ മൊത്തത്തിൽ നോക്കി. അവളെ കണ്ടാൽ ശിവയുടെ കാമുകയായിട്ടൊന്നും അഞ്ജലിക്ക് തോന്നിയില്ല. പിന്നെ ശിവയായോണ്ട് ആവാനും സാധ്യതയുണ്ട്. എന്താ അമ്മു? മല്ലിക അമ്മുവിനോട് ചോദിച്ചു. അമ്മു അഞ്ജലിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അഞ്ജലി എങ്ങനെ അവരെ വശത്താക്കാന്ന് ആലോചിക്കുകയായിരുന്നു. എന്താ മോളെ? അത് ചേച്ചി ഇന്ന് രാത്രി ശിവയുടെ വീട്ടിലേക്ക് വരുമോ? അതെന്തിനാ? അത് പിന്നെ ശിവ പറഞ്ഞു വിട്ടതാ. മല്ലികയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി താൻ അവിടെ ഉള്ള കാണിച്ച് ശിവ മല്ലികയെ ചതിക്കുകയാണെന്ന് കാണിച്ചു കൊടുത്തു. അവർ തമ്മിൽ തെറ്റിക്കാനായിരുന്നു അഞ്ജലിയുടെ പ്ലാൻ. കാമുകി സംശയിച്ചാൽ തന്നെ പെട്ടെന്ന് പറഞ്ഞു വിട്ടോളൂ. അവർക്കിടയിൽ പിണക്കം വന്നാൽ കാരണക്കാരിയായി തന്നെ വേഗം ഒഴിവാക്കും. ഇതൊക്കെയായിരുന്നു അഞ്ജലിയുടെ മനസ്സിൽ. ശിവ പറഞ്ഞോ? ആ ചേച്ചി രാത്രി 10 മണിക്ക് ശേഷം വരാനാ പറഞ്ഞു. പിന്നെ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് വരാൻ. എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ആ ചേച്ചിക്ക് വരുമ്പോൾ മനസ്സിലാവും. അല്ല മോളേതാ? ഞാൻ അമ്മുവിൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടാ. അപ്പം ശരി ചേച്ചി, രാത്രി കാണാം. ഞാൻ മോളെ എന്തിനാ കാണുന്നേ? അയ്യോ സോറി, ഇനി എപ്പെങ്കിലും കാണാം. അഞ്ജലി അമ്മുവിൻ്റെ കൈ പിടിച്ച് വേഗം ഓടിപ്പോന്നു. അവൾ ആശ്വാസത്തോടെ ഇരുന്നു. ഇന്ന് രാത്രിയോടെ തനിക്ക് അവിടെ നിന്ന് പോകാമെന്ന് കരുതി അവൾ സന്തോഷിച്ചു. എന്തിനാ മല്ലികേച്ചിയോട് അങ്ങനെ പറഞ്ഞേ? അത് നാളെ പറയാം. അയ്യേ, നാളെ ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ. അവൾ സ്വയം ഓർത്ത് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു. ചേച്ചി ഇവിടുന്ന് പോയ ഒരു ദിവസം മോളെ കാണാൻ വരും, അപ്പം പറയാട്ടോ. അമ്മുവിൻ്റെ കവളിൽ മുത്തം കൊടുത്ത് അഞ്ജലി മുകളിലേക്ക് പോയി. അവൾ രാത്രിയാവാൻ വേണ്ടി കാത്തിരുന്നു. 10 മണിയായിട്ട് ശിവ വരുന്നില്ലെന്ന് കണ്ട് അഞ്ജലി നിരാശയായി. അവന്റെ ബൈക്കിന്റെ ശബ്ദം ദൂരെ നിന്ന് കേട്ടതും അവൾ ഓടിപ്പോയി അകത്ത് കയറി. ശിവ അകത്ത് കയറിയതും അഞ്ജലി പുറത്തുപോയി മല്ലിക വരുന്നുണ്ടോ നോക്കി നിന്നു. താഴെ നിന്ന് ഡാനി ആളുകൾ നിൽക്കുന്ന അവൾ കണ്ടുവെങ്കിലും അവളുടെ ശ്രദ്ധ മല്ലികയുടെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ ഡാനിയുടെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. മല്ലിക വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കണ്ട് അഞ്ജലി സന്തോഷത്തോടെ നിന്നു. അഞ്ജലി അകത്ത് കയറി. ശിവ ബാത്റൂമിലായിരുന്നു. അവൻ കുളിക്കാണെന്ന് മനസ്സിലായതും അഞ്ജലി അവൻ വരാൻ കാത്തിരുന്നു. മല്ലിക അങ്ങോട്ട് വരുന്നുണ്ട്. ഡാനിയും കൂട്ടരും പരസ്പരം നോക്കി. മല്ലിക അവരെല്ലാം നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് പടികൾ കയറി. അതെ, എങ്ങോട്ടാ? എന്നെ ശിവ വിളിച്ചിട്ട് വന്നതാ. മല്ലിക അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് കയറിപ്പോയി. ഡാ, ഇവിളിത് എങ്ങോട്ടാ ഡാനി? ശിവ വിളിക്കുക അവളെ. ശിവയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരായിരിക്കും, അടുത്ത വാങ്ങാനുള്ള പോക്ക. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി ആ രംഗൊന്ന് കാണട്ടെ. ഡാനി ചിരിച്ചുകൊണ്ട് വേഗം മുകളിലേക്ക് വന്നു. മല്ലിക വരുന്നുണ്ട്. അഞ്ജലി നോക്കുമ്പോൾ ശിവ കൂളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ആ അവസരം മുതലാക്കി അവൾ വേഗത്തിൽ ശിവയുടെ അടുത്തേക്ക് പോയി. അവൾ ഒന്നും നോക്കാതെ ശിവയെ കെട്ടിപ്പിടിച്ചു. ശിവ അവളുടെ പ്രവൃത്തിയാണ് ഞെട്ടി. അവൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഞ്ജലി വിട്ടില്ല. എന്നെ വിട്ട് ആരെങ്കിലും കാണും. അഞ്ജലി അതും പറഞ്ഞുകൊണ്ട് വേഗം അവന്റെ ദേഹത്തുനിന്ന് വിട്ടുമാറി. അവൾ നാണഭിനയിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ അന്ന് വിട്ട് നോക്കുന്ന മല്ലികയും ഡാനിയെയും കണ്ടു. അഞ്ജലി വേഗം തലതാഴ്ത്തിയിരുന്നു. ശിവക്ക് മല്ലികയെ കണ്ടത് അരിച്ചു കയറി. ഡേ, നിന്നോട് ഈ പണി ചവിട്ടിരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇറങ്ങിപ്പോടി. ശിവയുടെ അലർച്ച കേട്ട് അഞ്ജലി ഒപ്പം മല്ലികയും ഞെട്ടി. മല്ലികയോട് എന്താ ഇത്ര ദേഷ്യം എന്ന് ആലോചിച്ച് അഞ്ജലി നിൽക്കുമ്പോൾ തന്നെ വിളിച്ചു വരുത്തി എന്തിനാന്നായിരുന്നു മല്ലിക ഓർത്ത്. നീ വിളിച്ചിട്ടല്ലേ ഞാൻ വന്ന്? ഞാനോ? ഇത് പെണ്ണുപിള്ള എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമെങ്കിൽ എന്നെ മുന്നിൽ നിന്ന് പൊക്കോ. നീ എന്നോട് വരാൻ പറഞ്ഞോന്ന് ഇവള് പറഞ്ഞല്ലോ. മല്ലിക അഞ്ജലിയുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു. അഞ്ജലി ഞെട്ടി. ശിവയുടെ കത്തുനിന്നോട്ട് അവളിലേക്ക് വന്നു. അഞ്ജലി മെല്ലെ ചിരിച്ചു. ആ ചിരി പെട്ടെന്ന് തന്നെ മായുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് ഡാനി ചിരിക്കുന്നുണ്ടായിരുന്നു. ശിവയുടെ മുഖം കണ്ട് ഇനി അവിടെ നിൽക്കുന്ന പന്തിയിലെന്ന് കണ്ട് മല്ലിക സ്ഥലം വിട്ടു. പോകുമ്പോൾ അഞ്ജലിയെ നോക്കി ദഹിപ്പിക്കാൻ അവർ മറന്നില്ല. അവർക്ക് പുറകെ ഡാനിയും പോയി. തനിക്ക് എന്തിന്റെ കേടായിരുന്നു ചിന്തിച്ചുകൊണ്ട് അഞ്ജലി പേടിച്ച് ശിവയെ നോക്കി. അവൻ വാതിലടച്ച് കൂട്ടിയിട്ട് അഞ്ജലിയെ നോക്കി തിരിഞ്ഞു. നനഞ്ഞ മുടിയിൽ നിന്ന് വെള്ളം അവന്റെ മുഖത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതിനൊപ്പം അവന്റെ നോട്ടം കൂടെ താങ്ങാൻ കഴിയാതെ അഞ്ജലി കുഴഞ്ഞു. ഡേ, എനിക്ക് മുട്ടി നിൽക്കുകയാണ് തോന്നിയത് നിനക്ക്? അഞ്ജലി ഇല്ലെന്ന് തലയാട്ടി. അത് പിന്നെ നിങ്ങൾ തമ്മിൽ പിണക്കാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അഞ്ജലി പറഞ്ഞു ടോപ്പിൽ മുറുക്കി പിടിച്ചു. മുറിയിലേക്ക് ഓടിപ്പോയിട്ടും കാര്യമില്ല, വാതിലില്ലല്ലോ. എങ്ങോട്ട് പോയിന്ന് തിരഞ്ഞവളുടെ കണ്ണുകൾ. ഇനി അതോ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നീ ഉണ്ടല്ലോ, എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞങ്ങളുടെ പിണക്കന്മാരും വരെ നീ മതി എനിക്ക്. വാക്കുകൾക്കൊപ്പം അവന്റെ ചുവടുകളും അവളിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. അഞ്ജലി കണ്ണിറുക്കി അടച്ച് നെഞ്ചിൽ കൈവച്ച് അങ്ങനെ നിന്നു.